വിസ തട്ടിപ്പ് കേസിൽ പരാതിക്കാരിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസ്. തിരുവനന്തപുരം സ്വദേശി ആര്യ നൽകിയത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണെന്നും അതിനാൽ ആര്യയുടെ വിസ ആപ്ലിക്കേഷൻ UK ഗവൺമെന്റ് നിരസിക്കുകയായിരുന്നു എന്നും അന്ന ഗ്രേസ് ന്യൂസ് മലയാളത്തോട്. സച്ചി സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിനും ആര്യ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായി സ്ഥാപന ഉടമ രാഖി പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് പരാതിക്കാരിയായ തിരുവനന്തപുരം സ്വദേശി ആര്യ. ഈ റിപ്പോർട്ടോടുകൂടി ഹാപ്പനിംഗ് അവേഴ്സിറ്റി മണിക്കൂർ പൂർണ്ണമാവുകയാണ്. അടുത്ത മണിക്കൂറിൽ രുചീഷ് എത്തും. നമസ്കാരം. തിരുവനന്തപുരം സ്വദേശി ആര്യ നൽകിയ പരാതിയിൽ വയനാട് കൽപ്പറ്റ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ: 2023 ഓഗസ്റ്റ് 23-ാം തീയതി മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിൽ പരാതിക്കാരിയിൽ നിന്നും UK പോകുന്നതിന് വിസ നൽകാമെന്ന് പറഞ്ഞ് പല തവണകളായി 42 ലക്ഷം രൂപ അന്ന ഗ്രേസ് അഗസ്റ്റിൻ കൈപ്പറ്റുകയും പണം തിരികെ നൽകുകയോ വിസ നൽകുകയോ ചെയ്യാതെ വഞ്ചിച്ചു. എന്നാൽ ഈ ആരോപണം തെറ്റാണെന്ന് അന്ന ഗ്രേസ് പറയുന്നു. മറ്റ് 2 ഏജൻസികളെ സമീപിച്ച് വിസ ലഭിക്കാതായതോടെയാണ് അന്ന പ്രൊമോഷൻ ചെയ്ത 11 ഇമിഗ്രേഷൻ എന്ന സ്ഥാപനത്തെ ആര്യ സമീപിക്കുന്നത്. 9 ലക്ഷം രൂപയാണ് ഇതിനായി ആര്യ നൽകിയതെന്നും അന്ന ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആര്യ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് 9 ലക്ഷത്തിന് വേണ്ടി ഞാൻ കുറേ വിളിച്ചതാണ്. അലക്സ് അഗസ്റ്റിന്റെ പേരിലും അതുപോലെ തന്നെ ഷെഫീറോ എന്താ പറയുന്ന ബിബിൻ ജോർജിന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് ആയിരുന്നു ആ സമയത്ത് പൈസ ഇട്ടിരുന്നത്. ഈ 9 ലക്ഷത്തിന്റെ സമയത്ത് പൈസ ഇട്ടിരുന്നത് ഞാൻ ആര്യനെ ഒത്തിരി തവണ വിളിച്ചതാണ്. വായോ, നമുക്ക് പൈസ തിരിച്ചു വാങ്ങണ്ടേ, വാ എന്ന് കുറേ വിളിച്ച് എൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് വിളിച്ചതാണ്. സച്ചി സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഏജൻസി എറണാകുളത്താണോ കൊല്ലത്താണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു രാഖി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മുഖാന്തരം ഒരു 15 ലക്ഷം രൂപ എങ്ങാണ്ട് ഓൾറെഡി കൊടുത്തിട്ട് അവിടെ നിന്ന് വിസ കിട്ടാണ്ടായപ്പോൾ അവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവർ 35 ദിവസം ജയിലിൽ കിടന്നതാണ് അവർ എന്നെ ഇൻഫോം ചെയ്തത്. കുടുംബപരമായി അറിയുന്ന ആളുകളായതിനാലാണ് 11 ഇമിഗ്രേഷൻ എന്ന സ്ഥാപന ഉടമ ബിബിൻ ജോർജിനെ സഹായിക്കാൻ വീഡിയോ ചെയ്ത് നൽകിയത്. തട്ടിപ്പാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ആര്യ അടക്കമുള്ളവരെ അറിയിച്ചെന്നും അന്ന പറയുന്നു. പോയ ആളുകൾക്ക് പറയുന്നത് എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളുമാണ് പോയത്. അപ്പോൾ അവരെന്നെ ഇൻഫോം ചെയ്തു, ചേച്ചി പറഞ്ഞ ജോലിയല്ല ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാത്തൊരവസ്ഥേനെ പറ്റി എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ അവർക്ക് സേഫായിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തു. പറ്റുന്നത്രയും ആളുകളെ ഞാൻ സേഫ് ആക്കി. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, ഇനി നിങ്ങളുമായിട്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ അർച്ചീവ് ചെയ്തിട്ടു. കണക്ട് ചെയ്ത എല്ലാ കാൻഡിഡേറ്റിൻ്റെ അടുത്തുനിന്നുമായി ഒരു 3-3.25 കോടിയോളം ഈ 11 ഇമിഗ്രേഷൻ ഏജൻസി കളക്ട് ചെയ്തിട്ടുണ്ട്. ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് അടച്ചതിന്റെ പേരിലാണ് തന്റെ ഭർത്താവ് ജോൺസൺ കേസിൽ പ്രതിയായതെന്നും അന്ന ഗ്രേസ് ആരോപിക്കുന്നു. ആര്യൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ബാക്കി എല്ലാ കാൻഡിഡേറ്റിനും പൈസ ബിബിൻ ജോർജിൻ്റെ കയ്യിലാണ്. അപ്പോൾ ബിബിൻ ജോർജ് പറഞ്ഞ ഡേറ്റ് പ്രകാരം ഇവർക്ക് ഈ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറേശ്ശെയായിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. എന്നാലും വിളിച്ച് കുറേ പ്രഷർ ചെയ്യുമ്പോൾ കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ട് അവർക്കും പോകണം. അപ്പം അങ്ങനെയാണെങ്കിൽ ആര്യ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കൊല്ലം സ്വദേശി ഇവർക്ക് പ്രോസസ്സ് ചെയ്തു കൊടുത്തു. ആര്യ വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചതിനാലാണ് വിസ ആപ്ലിക്കേഷൻ നിരസിച്ചത്. 2024-5-28 ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ IHS അടച്ചു കൊടുത്തതാണ്, സഹായം ചെയ്തു കൊടുത്തതാണ്. ഓക്കെ, എന്നിട്ട് ഇവർക്ക് ആ സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി വിസിറ്റിങ്ങുമായിട്ട് ജർമ്മനിയിലായിരുന്ന സമയത്ത് ഇവരുടെ വിസ ഡിസിഷൻ വന്നു. ഈ വിസ ഡിസിഷനിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് ഫോർജറി കൊണ്ട്, അതായത് ഇവരുടെ വെച്ചിരിക്കുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ UK ഗവൺമെന്റിന് സംശയമുള്ളത് കൊണ്ട് ഇവർക്ക് 10 വർഷത്തെ ബാൻ വന്നു. സച്ചി സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിൽ ആര്യ നൽകിയതും വ്യാജരേഖകളായിരുന്നുവെന്നും 3 ലക്ഷം രൂപ തങ്ങളിൽ നിന്നും അധികമായി ആര്യ തിരികെ വാങ്ങിയെന്നും സ്ഥാപനയുടമ രാഖി പറയുന്നു. എന്നെ കസ്റ്റഡിയിൽ വാങ്ങിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിന് ഭീഷണിപ്പെടുത്തി ആര്യ ഒരു 3 ലക്ഷം രൂപയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ 9 ലക്ഷം രൂപയാണ് ആര്യയ്ക്ക് അക്കൗണ്ടിൽ കൊടുത്തത്, ബാക്കി ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. എൻ്റെ കയ്യിൽ തെളിവുകളില്ല. എന്നാൽ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് പരാതിക്കാരി ആര്യ. നിയമപരമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇരുവിഭാഗത്തിന്റെയും തീരുമാനം. ബെൻസൺ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.